വർക്കലയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും കവിയും എഴുത്തുകാരനുമായ സുരേഷ് DS കാപ്പിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാർച്ച് 30-ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. തലച്ചോറിൽ രക്തസ്രാവം കണ്ടതിനെ തുടർന്ന് അടിയന്തര ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രക്തസമ്മർദ്ദത്തെ തുടർന്ന് പൊട്ടിയ ഞരമ്പിന്റെ തൊട്ടടുത്ത് തന്നെ പൊട്ടാൻ പാകത്തിൽ കുമിളകളുണ്ട്. അപകട സാധ്യത കൂടുതലായതിനാൽ എത്രയും വേഗം ഓപ്പൺ സർജറി നടത്തണമെന്നാണ് ന്യൂറോ വിഭാഗം കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്. നമസ്കാരം. വർക്കലയുടെ സമഗ്രമായ മാധ്യമരംഗത്ത് സാഹിത്യരംഗത്തൊക്കെ തന്നെ ഊർജ്ജസ്വലതയോടെ നിന്നിരുന്ന കാപ്പിലാൻ എന്നറിയപ്പെടുന്ന കാപ്പിൽ സുരേഷ് ഇന്ന് വളരെ ദാരുണമായ ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തലച്ചോറിലെ ഞരമ്പുകളിൽ രക്തസ്രാവം ഉണ്ടാകുകയും അടിയന്തരമായിട്ട് അത് ചികിത്സിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരവസ്ഥയുമാണ് വന്നിട്ടുള്ളത്. 25 വർഷമായി, 1/4 നൂറ്റാണ്ട് കാലത്തോളം വർക്കലയുടെ സമഗ്രമായ മാധ്യമ സാംസ്കാരിക സാഹിത്യരംഗത്തൊക്കെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് സുരേഷ്. ഇന്ന് സുരേഷ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, സുരേഷിന് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സയ്ക്ക് എന്തെങ്കിലും ഒരു സഹായം നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ജീവൻ നമുക്ക് തിരിച്ച് എത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വർക്കലയിൽ മുഴുവൻ സമയവും പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഒരുക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ടിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ചിലവാക്കി കളയുന്ന തുണ്ട് പൈസയിൽ നിന്ന് ഒരല്പം മാറ്റിവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നമുക്കെല്ലാവർക്കും കൂടി തിരിച്ചു കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി എല്ലാവരും കഠിനമായി യത്നിക്കണം. കാപ്പിൽ സുരേഷിനെ നമുക്ക് നമ്മുടെ സാംസ്കാരിക സാഹിത്യ മാധ്യമ മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് അതിനുവേണ്ടി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചികിത്സയ്ക്കായി വലിയൊരു തുക ആവശ്യമാണ്. ആകെയുള്ള വീടും പുരയിടവും ജപ്തി ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഭാര്യ അജിതയും 13 വയസ്സുള്ള മകളും പകച്ചു നിൽക്കുകയാണ്. നമസ്തേ, ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. ഞാൻ 25 വർഷമായിട്ട് കാപ്പിൽ സുരേഷുമായിട്ട് ബന്ധമുണ്ട്. പുള്ളി ഇന്ന് വലിയ ഗുരുതരമായൊരു അസുഖത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. പുള്ളിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ കഴിയണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ്. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഇത് കാണുന്നവർ, എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുന്നവർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കാര്യം പുള്ളി കടക്കണിയിലാണ്. പുള്ളി 13 വയസ്സുള്ള കുട്ടിയും ഉണ്ട്. വീട് ജപ്തിയുടെ വക്കിലാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ സഹായിക്കുന്ന ഏതൊരു വ്യക്തിക്കും പുണ്യം കിട്ടും. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. കേരള കൗമുദി, ദേശാഭിമാനി, ചന്ദ്രിക, തേജസ്, സുപ്രഭാതം തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങളിൽ ലേഖകനായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടവ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും കാപ്പിൽ പബ്ലിക് ലൈബ്രറിയിലെ ലൈബ്രറിയനും വർക്കല താലൂക്ക് പ്രസ് ക്ലബ്ബ് അംഗവുമാണ്. എൻ്റെ പേര് പ്രസന്നകുമാർ. ഞാൻ വർക്കല റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ സൂപ്രണ്ടാണ്. നമ്മുടെ കാപ്പിൽ സുരേഷ്, അദ്ദേഹം മാധ്യമ പ്രവർത്തനത്തിൽ 25 വർഷം തികച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദുഃഖവാർത്ത അറിഞ്ഞ് എന്നാൽ കഴിയുന്ന സഹായം ഞാൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിസ്മയ ചാനൽ വളരെ വർഷങ്ങളായിട്ട് തന്നെ രോഗബാധിതരായവരെ സഹായിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കാപ്പിൽ സുരേഷിൻ്റെ ജീവിതം നിലനിർത്തുക, അതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിൻ്റെ സന്തോഷം തിരിച്ചു നൽകുകയും അതോടൊപ്പം അവർക്ക് സന്തോഷകരമായ ഒരു ജീവിതവും അദ്ദേഹത്തിന് മാധ്യമ പ്രവർത്തനം വീണ്ടും തുടരാൻ വേണ്ടിയുള്ള സഹായങ്ങൾ നമ്മുടെ എല്ലാ നല്ല മനസ്സുള്ള നാട്ടുകാരും നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചികിത്സയ്ക്കായി ധനസഹായം ചെയ്യാൻ കഴിയുന്ന സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. വിസ്മയ ന്യൂസ്, വർക്കല.